അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റമദാൻ വളരെ പെട്ടെന്ന് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരാണ് വിജയി എന്ന് മഹാന്മാർ നിർദ്ദേശിക്കുന്നുണ്ട്. റമദാൻ 30 ദിവസമുണ്ട്. ആ 30 ദിവസത്തിൽ ഓരോ ദിവസത്തിലും 24 മണിക്കൂർ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. ആ സമയത്ത് ഉറങ്ങുകയും ഗെയിം കളിക്കുകയും മറ്റു പലതിലേക്കും ഏർപ്പെട്ടുകൊണ്ട് അവസാനം പെരുന്നാളാണെന്ന് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എത്ര പെട്ടെന്നല്ലേ റമദാൻ കഴിഞ്ഞു പോയേ, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ആദ്യമേ അതിനെല്ലാം തയ്യാറാക്കി വെക്കണം. നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. ഈ റമദാനിൽ ഞാൻ എന്തൊക്കെ ചെയ്യും? 5 ഖത്മ് തീർക്കുമോ, 10 ഖത്മ് തീർക്കുമോ? എല്ലാം നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം. നിഅമതാനി മഖ്ബൂനു ഫീഹിമാ കസീറു മിനന്നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. 2 കാര്യങ്ങളിൽ ജനങ്ങൾ വഞ്ചിതരാണ്. രണ്ട് നിഅമത്തുകൾ, അത് ഉപയോഗപ്പെടുത്തുന്നതിൽ ജനങ്ങൾ വഞ്ചിതരാണ്. ആ 2 കാര്യങ്ങൾ, ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് ഒഴിവ് സമയവുമാണ്. അത് വേണ്ട രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നതിൽ വഞ്ചിതരാണ് നാമത്തിന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. സമയമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സെക്കൻഡ് കഴിയും തോറും നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം മരിക്കാനെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മരണം നമ്മളെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മരണം എന്ന് പറയുന്നൊരു ഭൂമി, അതിൻ്റെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മൾ പോകാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യകുലം മുഴുവൻ പരാജിതരാണ്. അവരെല്ലാവരും പരാജിതരാണ്. അതെന്താണിപ്പം അൽ അസ്ർ, കാലം തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു മനുഷ്യരെല്ലാവരും പരാജിതരാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മുഫസ്സിറുകൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഈ അസ്റും ഇതും തമ്മിലുള്ള ബന്ധം, സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്ത എല്ലാവരും പരാജിതരാണ്. അള്ളാഹുവിൻ്റെ കോടതിയിൽ സമയത്തെപ്പറ്റി നല്ല രീതിയിൽ അള്ളാഹു ചോദ്യം ചെയ്യും, നീ എന്ത് ചെയ്തടാ ആ സമയത്ത്? അപ്പം നമുക്ക് പറയാം, റമദാനിൽ നമ്മളിങ്ങനെ ക്ലാസ് കേട്ടിരുന്നു, നല്ല പ്രസംഗങ്ങൾ കേട്ടിരുന്നു, ദിക്റുകൾ ചൊല്ലിയിരുന്നു, ദുആകൾ ചൊല്ലിയിരുന്നു. എന്നാൽ അതൊക്കെ അള്ളാഹു തആല വലിയ പ്രതിഫലമായിട്ട് നമുക്ക് നൽകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വഅൗസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. റമദാനിലെ ആദ്യത്തെ 10 അത് റഹ്മത്തിൻ്റെ 10ആണ്. നടുവിലെ 10 മഗ്ഫിറത്തിൻ്റേതും അവസാനത്തത് ഇത്ഖും മിനന്നാർ നരകമോചനത്തിൻ്റെയും 10ആണ്. ഇത് മൂന്നും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാലാണ് നമ്മൾ വിജയിക്കുക. ഒന്നാമത്തത് റഹ്മത്തിൻ്റെ 10 വളരെ പ്രധാനപ്പെട്ടതാണ്. മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അമൽ കൊണ്ട് ആരും സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പം സ്വഹാബത്തും ചോദിച്ചു, തങ്ങളെ നിങ്ങളും അങ്ങനെയാണോ? മുത്തനബി പറഞ്ഞു, എന്നെ അല്ലാഹു തആല റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. മുത്തനബി തങ്ങളെ അല്ലാഹു തആല റഹ്മത്ത് കൊണ്ട് പൊതിഞ്ഞു. ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മളെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്. ഓർക്കണം നിങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ അമലൊക്കെ വെറുതെ തന്നെ ചെയ്യുന്നത് ചോദിക്കും. അങ്ങനെയല്ല, ഈ അമലൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുക. ഈ അമൽ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുക. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. 100 ഓഹരിയാക്കിയിട്ട് റഹ്മത്തിനെ തിരിച്ചിട്ടുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രമേ ഈ ലോകത്തേക്ക് നിക്ഷേപിച്ചിട്ടുള്ളൂ. ആ ഒരു കാരണം കൊണ്ടാണ് സർവ്വജീവികളും ഒരു ഉമ്മ തൻ്റെ കുട്ടിയോട് കരുണ കാണിക്കുന്നതും ഒരാൾ മറ്റൊരാളോട് കരുണ കാണിക്കുന്നതും ആ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ബാക്കി 99 റഹ്മത്തും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമുക്ക് ലഭിക്കാനുള്ളതാണ്. അള്ളാഹുവെ, നിൻ്റെ റഹ്മത്തിനെ കൊണ്ട് ഞങ്ങളെ നീ മൂടണേ റഹ്മാനെ. നിൻ്റെ റഹ്മത്ത് കിട്ടുന്ന അനുയായികളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10ആണ്. വളരെ പ്രധാനപ്പെട്ട 10ആണ് മഗ്ഫിറത്തിൻ്റെ 10. യാതൊരു സംശയവുമില്ല. മനുഷ്യനാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും അയാൾക്കുണ്ടാകും, സ്വാഭാവികമാണ്. ആ സമയത്ത് മനുഷ്യൻ അള്ളാഹുവിനോട് പാപമോചനാർത്ഥന നടത്തണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 4 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനാർത്ഥന നടത്തണം എന്ന് പറയുന്നത്. റമദാനിൽ വർദ്ധിപ്പിക്കേണ്ട 4 കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ പറയുന്നു, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. മറ്റു 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഇത് 2 സ്വർഗത്തെ ചോദിക്കലും നരകത്തിൽ നിന്നും കാവലിനെ ചോദിക്കലും. അപ്പോൾ മഗ്ഫിറത്ത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് പാപങ്ങൾ പുറത്തു തന്നാലല്ല നമുക്ക് എവിടെയാണ് രക്ഷയുള്ളത്? എത്രയോ തെറ്റാണ് മനുഷ്യൻ ഓരോ ദിവസവും ചെയ്യുന്നത്, അല്ലേ? അള്ളാഹു തആല നമുക്ക് ഇത്രമേൽ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. കയ്യും കാലും മൂക്കും തലയുമായിട്ട് ഒരുപാട് അവയവങ്ങൾ അതിൻ്റെ കൃത്യസ്ഥാനത്ത്. ചെവി കേൾക്കുന്നുണ്ട്, നമുക്ക് കണ്ണ് കാണുന്നുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ഭക്ഷണം ലഭിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിരന്തരം കിട്ടുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ നമ്മൾ അവനെ ശുക്ർ ചെയ്യാൻ വളരെ പിന്നിലാണ്, യാതൊരു സംശയവുമില്ല.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പാതിരാത്രി നിസ്കരിക്കുമ്പോൾ ആയിഷ ഉമ്മ ചോദിച്ചു, എന്താ തങ്ങളെ നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത്? നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗമൊക്കെ തരൂലേ? നിങ്ങൾക്ക് അല്ലാഹു തആല എല്ലാം പുറത്ത് നൽകൂലേ? തങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാലിൽ നീര് വന്നുകൊണ്ട് മുത്തനബി തങ്ങൾക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്. ഓ ആയിഷ, ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നൊരടിമയാകണ്ടയോ, നന്ദിയുള്ളൊരടിമയാകണ്ടയോ എന്ന് ആയിഷ ബീവിയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. വല്ലാത്തൊരു കാര്യം തന്നെ. എൻ്റെ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. മഗ്ഫിറത്തിൻ്റെ പത്ത് എത്ര തെറ്റിയിട്ടുണ്ടാകും, എത്ര ആണുങ്ങളെ നാം അനാവശ്യമായി നോക്കിയിട്ടുണ്ടാകും, സംസാരിച്ചിട്ടുണ്ടാകും. ഓരോ പേരും പറഞ്ഞ് അയൽവാസിയാണ് മറ്റവനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഹറാം തന്നെയാണ് എല്ലാം. അന്യനോട് സംസാരിക്കുന്നത് ഹറാമാണ്. അതേപോലെ ബിദ്അത്തിൻ്റെ അഹ്ലുകാരോട് അടുക്കുന്നത് തന്നെ ഹറാമാണ്. ബിദ്അത്ത് വിഷമാണ്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബോർഡാണ്. ആ ബോർഡിലേക്ക് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി വെക്കും. അങ്ങനെ ഒരുപാട് പുള്ളികൾ തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വീണ് അവസാനം ഒരു പുള്ളി പോലും ഇടാൻ സ്ഥലമില്ലാതെ ഇരിക്കുന്ന കൽബിനിക്കാണ് സീല് വെക്കപ്പെട്ട ഹൃദയം എന്ന് നാം പറയുക. അങ്ങനെ സീല് വെക്കപ്പെട്ട ഹൃദയമായാൽ ആ ഹൃദയത്തിലേക്ക് ഒരു നല്ല കാര്യവും ഒരു ഉപദേശവും ഒരു വഴലും ഒരു ക്ലാസ്സും പ്രതിഫലിക്കില്ല. എത്ര പറഞ്ഞാലും ഓൽക്കൊരു കാര്യം ഉണ്ടാവില്ല. പിന്നെ അവിടെ പോകും. എത്ര പറഞ്ഞാലും അവരതിനെ ശ്രദ്ധിക്കില്ല, അവരതിനെ പരിഗണിക്കില്ല. അങ്ങനെയുള്ളതാണ് സീൽ വെക്കപ്പെട്ട ഹൃദയം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ഹൃദയമായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ എത്ര തെറ്റം എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് അതെല്ലാം മായ്ക്കാനുള്ള പത്താണ് മഗ്ഫിറത്തിൻ്റെ 10 എന്ന് പറയുന്ന രണ്ടാമത്തെ 10. അപ്പോൾ അതിനെ യാത്രയാക്കുമ്പോൾ നല്ല രീതിയിൽ മുഅ്മിനെ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അപ്പം കുറേ ആൾക്കാർ പറയുക, കരച്ചിലൊന്നും വരുന്നില്ല ഉസ്താദേ എന്ന്. അത്ഭുതപ്പെട്ടു പോയി. എന്താ കാരണം? നമ്മുടെ ഉപ്പ വേർപിരിയുമ്പോൾ, നമ്മുടെ ഉമ്മ പിരിയുമ്പോൾ അതൊന്നും വേണ്ട. നമ്മുടെ ഭർത്താക്കന്മാരോ ഉപ്പമാരോ ആരെങ്കിലും ഗൾഫിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമ്പോഴേക്കും എന്തെങ്കിലും വിഷമം കേൾക്കുമ്പോഴേക്കും നമുക്ക് കരച്ചിൽ വന്ന് വെപ്രാളം വന്ന് എന്തെല്ലോ നമ്മളാകെ ഡിസപ്പോയിൻറ്റഡ് ആകും അല്ലേ? പക്ഷേ എനിക്ക് അടുത്ത നിമിഷം പോകാനുള്ളത് ഖബറാണ്. എനിക്കിനി ഒരു മടങ്ങി വരവുണ്ടാവില്ല. എൻ്റെ ലാസ്റ്റ് യാത്ര അതായിരിക്കും. അതിനെ ഓർത്തിട്ട് നമുക്കാർക്കും കരച്ചിൽ വരുന്നില്ല. നമ്മൾക്ക് എന്ത് മനുഷ്യന്മാരല്ലേ? നമുക്കാർക്കും ആ ഖബറിനോർത്തിട്ട് അവസാനത്തെ വീട് ആരുമില്ല, വളരെ ഭയാനകരമായിട്ടുള്ള ഇരുട്ട്, വലിയ കുന്തവുമായി വരുന്ന വലിയ കണ്ടാൽ തന്നെ പേടിയാകുന്ന 2 മലായിക്കത്ത് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, അവൻ ഉറപ്പുക. മനുഷ്യനാകെ വിറച്ചു പോകും കാണുമ്പോഴേക്കും. അവിടേക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ, അവിടെയൊക്കെ നമുക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ മുഅ്മിനീങ്ങളെ ഈ കാണുന്ന ദുനിയാവിൽ ഈ മാസത്തിൽ വളരെ കൂടുതൽ നാം ആർജിച്ചെടുക്കേണ്ടതുണ്ട്. ഒരുപാട് അമലുകൾ ചെയ്യേണ്ടതുണ്ട്. ഉറക്കൊന്നുമില്ല. റമളാൻ വന്നാൽ പിന്നെ ഉലമാക്കൾ ആലിമീങ്ങൾ ഉറങ്ങൂല്ല. പണ്ഡിതന്മാർ അവർ നിരന്തരം ഇബാദത്തുകളിലായിട്ട് ജീവിക്കും. അങ്ങനെയായിരുന്നു അവരുടെ റമളാൻ. അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. നന്നായി കരഞ്ഞുകൊണ്ട്, റബ്ബേ ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നാളെ ഖബറിലേക്ക് പോകാനുള്ളതാ, അതുകൊണ്ട് എൻ്റെ തെറ്റുകൾ നീ മാപ്പാക്കണേ അല്ലാ, പുറത്ത് നൽകണേ റഹ്മാനെ, എൻ്റെ തെറ്റുകളെല്ലാം നീ പുറത്തു തരണം അല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കും തീർച്ച. നിങ്ങൾ ഓരോ കണ്ണുനീരിനിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിലയുണ്ട്. കണ്ണുനീരിനൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിലയുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ടല്ല മുത്തനബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കരച്ചിൽ വന്നിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ണ് കൈയിട്ടെങ്കിലും കരച്ചിൽ ഉണ്ടാക്കിയെങ്കിലും നിങ്ങൾ കരയണം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഖുർആൻ തന്നെ പറഞ്ഞത്, ഫലിയദ്ഹഖൂ ഖലീല, നിങ്ങൾ ദുനിയാവിൽ വളരെ കുറച്ച് ചിരിച്ചാൽ മതി, ഫലിയബ്കൂ കസീറാ, നിങ്ങൾ ഒരുപാട് കരയണം കേട്ടോ എന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്. കരയണം. നമ്മൾ ഫുൾ ടൈം ചിരിയിൽ ആയിട്ട് നടന്നാൽ പോരാ. നമ്മുടെ തെറ്റുകളെ ഓർത്ത് എനിക്ക് നാളെ പോകണമല്ലോ, ആ ഖബറിൽ എനിക്കാരും കൂട്ടിനുണ്ടാവില്ലല്ലോ, എൻ്റെ അമലുകളല്ലാതെ കൂട്ടിനുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് കരയാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രീതിയിൽ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.